നമ്മോടൊപ്പം ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ അമേരിക്കയും ഇറാനും ഒരു സന്ധി ചർച്ചയിലേക്ക് എത്തുമ്പോൾ മറുഭാഗത്ത് വാഷിംഗ്ടണിൽ വെച്ച് ലെബനനും ഇസ്രയേലും തമ്മിലൊരു ചർച്ച നടത്തിയിരുന്നു. അതിൽ സമാധാനത്തിൻ്റെ ചില സാധ്യതകളുണ്ടാകും. പതിറ്റാണ്ടുകൾക്ക് ശേഷം അത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചതിൽ വലിയ പ്രതീക്ഷ ലോകം തന്നെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രയേൽ തന്നെ ചില ഘട്ടത്തിൽ പറയുന്നു, അമേരിക്കയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്മാറുക, ഇറാന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളുക എന്നുള്ള ഒരു നിലപാടിലൊക്കെ തന്നെ നെതന്യാഹു കടന്നു വരുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. ഈ സമാധാന ചർച്ചകൾ അതിന് എത്രത്തോളം വാലിഡിറ്റിയാണ് നിലനിൽക്കുന്നത്? സമാധാന ചർച്ചകൾ വിജയിക്കണമെങ്കിൽ രണ്ടു ഭാഗത്തും വിട്ടുവീഴ്ചാപരമായ സമീപനം ഉണ്ടാകും. ഇറാന്റെ വിഷയത്തിൽ ഇറാനും അമേരിക്കയും മാത്രം സംസാരിച്ചത് കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാവില്ല. ഇസ്രയേൽ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്, അറബ് രാജ്യങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇവരെല്ലാം തന്നെ നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്തില്ല എങ്കിലും ഈ രാജ്യങ്ങളുടെ എല്ലാം താല്പര്യങ്ങൾ ഇൻപുട്ടുകളായി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ ആവൂ. സമാന്തരമായി അരങ്ങേറുന്ന മറ്റൊരു സംഘർഷമാണ് ഇസ്രയേലും ലെബനനും തമ്മിൽ. കൃത്യമായി പറഞ്ഞാൽ ലെബനനുമായിട്ടല്ല പ്രശ്നം, മറിച്ച് ലെബനന്റെ തെക്ക് ഭാഗത്ത് കേന്ദ്രീകരിച്ച ഹിസ്ബുള്ളയുമായിട്ടാണ് വിഷയം. യഥാർത്ഥത്തിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ ലെബനീസ് കടന്നുകയറ്റം, 80കളുടെ ആദ്യം നടന്ന കടന്നുകയറ്റം, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു സൈനിക യൂണിറ്റ് ആണല്ലോ ഹിസ്ബുള്ള. അതുകൊണ്ട് ഹിസ്ബുള്ളയുമായി ആണ് ചർച്ച യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ഇപ്പോൾ ലെബനനുമായി അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ഇസ്രയേലും ലെബനനും തമ്മിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയിൽ നിന്നും അനുഭവിക്കുന്ന ത്രെറ്റ് പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതിന് ചില ഉറപ്പുകൾ ലെബനൻ എന്ന രാജ്യത്തിന് കൊടുക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ലെബനൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല. അപ്പൊ മുൻകാലങ്ങളിലും ഇങ്ങനെയുള്ള ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, 2 വർഷം മുൻപ് ഹിസ്ബുള്ളയും ഇസ്രയേലിന്റെ IDF തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടതാണ്. ആ കരാർ പൂർണ്ണമായി പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ലെബനൻ നേരെ ആക്രമണം നടത്തിയതും ലിറ്റാനി നദിയുടെ തെക്കുള്ള പ്രദേശം പൂർണ്ണമായും കൈവശപ്പെടുത്തിയതും. ഒരുപക്ഷെ അതൊരു ബഫർ സോണായി മാറ്റുകയും ഒരു ഡീമിലിറ്ററൈസ് സോണായി മാറ്റുകയും ഇസ്രയേലിന്റെ സുരക്ഷ, വടക്കൻ ഇസ്രയേൽ പ്രദേശത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നൊരു പദ്ധതിയാണ് ഒരുപക്ഷെ ഇസ്രയേലിന്റെ ഭാഗത്തുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, 2 ഫ്രണ്ടിൽ യുദ്ധം നടക്കുകയാണ്. ഒന്ന് ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫ്, അതിൽ ഇസ്രയേൽ പങ്കാളിയാണ്. ഇസ്രയേൽ ലെബനൻ സ്റ്റാൻഡ് ഓഫ്, അത് ഹിസ്ബുള്ളയുടെ പേരിൽ. ഇങ്ങനെ വരുമ്പോൾ മേഖല ആകമാനം അസ്വസ്ഥമായി. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, മേഖലയിലെ ഗൾഫ് രാജ്യങ്ങൾ അവിടെ എല്ലാം മേൽ തീമഴ പെയ്യുകയായിരുന്നു. അതുകൊണ്ട് സമഗ്രമായ ഒരു പശ്ചിമേഷ്യ കരാർ അതുണ്ടാവേണ്ടതാണ്. അത് പെട്ടെന്ന് പാകിസ്ഥാനിൽ വെച്ച് അപ്പൻ ചുട്ടെടുക്കുന്നത് പോലെ ലാഘവത്തിൽ പെട്ടെന്ന് സംഭവിപ്പിക്കാവുന്നതല്ല. ഇപ്പോൾ ആവശ്യം വെടിനിർത്തലാണ്. ഇപ്പോൾ ആവശ്യം ചില കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ആണ്. ഇപ്പോൾ ആവശ്യം ചില ഉറപ്പുകളാണ്. ആ ഉറപ്പുകൾ വെടിനിർത്തൽ നിശ്ചയമായും തുടരണം. അതോടൊപ്പം തന്നെ ഇറാന്റെ മേൽ തുടർ ആക്രമണം ഉണ്ടാവില്ല എന്ന ഉറപ്പ് ലഭിക്കണം. ഇറാന്റെ മരവിപ്പിച്ചു വെച്ച ആസ്തികൾ ഒരുപക്ഷെ മോചിപ്പിക്കാൻ കഴിയണം, റിലീസ് ചെയ്യാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഇറാന്റെ എണ്ണ പൊതുവിപണിയിൽ, അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. മറുപക്ഷത്തെ ഹോർമൂസിന് മേൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണം ഉണ്ടെങ്കിൽ അത് ഉടനടി അവസാനിപ്പിക്കേണ്ടതാണ്. സുഗമമായി കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ആണവ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ഇത് ചതഞ്ഞ് മുന്നോട്ട് പോവുക എന്നതല്ല, കൃത്യമായ ഒരു തീരുമാനം ആണവ വിഷയത്തിൽ ഉണ്ടാവണം. ആണവ സമ്പുഷ്ടീകരണത്തിന് എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട്. വൈദ്യുതി ഉത്പാദനം നടത്തുന്നതിൽ തെറ്റുമില്ല. പക്ഷെ റെസ്പോൺസിബിൾ കൈകളിലാണ് ആണവായുധങ്ങൾ എന്നത് മറ്റൊരു രാജ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്നതാണ് ഇവിടുത്തെ ഡിബേറ്റബിൾ പോയിന്റ്. അമേരിക്കയുടെ കയ്യിൽ ആണവായുധങ്ങൾ സുരക്ഷിതമായിരിക്കും, ഇസ്രയേലിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ഇറാൻ അത് നിർമ്മിച്ചാൽ സുരക്ഷിതമായിരിക്കില്ല എന്ന പ്രീ കൺസീവ്ഡ് നോട്ടിൽ നിന്നുകൊണ്ടാണ് ഇറാന്റെ ആണവ പദ്ധതികൾ ഉടനടി നിർത്തിവെക്കണമെന്ന് പറയുന്നത്. ഇറാൻ പുറമേ പറയുന്നത് ആണവ സമ്പുഷ്ടീകരണം വൈദ്യുതി ഉത്പാദനത്തിനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ 60% സമ്പുഷ്ടീകരണം യുറേനിയം 235 നടന്നിരിക്കുന്നു. അത് 90% മാറിയാൽ അത് ആണവായുധങ്ങൾ കൃത്യമായി നിർമ്മിക്കാൻ ഒക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് വരുന്നത്. അത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുമെന്നതാണ് ഇസ്രായേലിന്റെ ആശങ്ക. ആ ആശങ്കയ്ക്ക് ന്യായമായ പരിഹാരം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മിസൈലുകൾ, ഇറാന്റെ കൈവശമുള്ള മിസൈലുകളും ഡ്രോണുകളും വലിയ നാശനഷ്ടമാണ് വിതച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകും. പക്ഷെ ആണവ വിഷയത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തും ആണവായുധങ്ങൾ ഉണ്ട് എന്ന് ഓർക്കണം. അപ്പൊ ഒരു രാജ്യം മാത്രം ആണവ വിമുക്തമാവുകയും മറുരാജ്യത്ത് ആണവായുധങ്ങളുടെ കൂമ്പാരം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് ഒരു എസമെട്രിക്കൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും.
ഇതിനൊക്കെ ചർച്ചകളിലൂടെ വിശദമായ പരിഹാരം ഉണ്ടാകണം. ഒരു കാര്യം കൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാന വിഷയം പലസ്തീനാണ്. ഇസ്രായേൽ പാലസ്തീൻ വിഷയം അവസാനിക്കണം. പലസ്തീൻ ജനതയ്ക്ക് ഹമാസ് ആൻഡ് ഗാസ ആൻഡ് വെസ്റ്റ് ബാങ്ക് ചേർന്ന് ഒരു സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ ഏതെങ്കിലും ഒരു മുൻ കരാറിന്റെ അടിസ്ഥാനത്തിലോ പുതിയതായി രൂപപ്പെടുന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ലോ കരാർ വേണമെങ്കിൽ 1993-ലെയും 95-ലെയും ഓസ്ലോ കരാർ ഒരു ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഇതെല്ലാം സാധിച്ചെങ്കിൽ മാത്രമേ ഫണ്ടമെന്റൽ വിഷയം പരിഹരിക്കൂ. ഫണ്ടമെന്റൽ വിഷയം അവിടെ നിൽക്കുമ്പോൾ വീണ്ടും 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 സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. ഹിസ്ബുള്ള ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇവിടെ ഈ പലസ്തീൻ വിഷയം പരിഹരിക്കാതെ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് പ്രസക്തി തന്നെ നഷ്ടപ്പെടും പലസ്തീൻ വിഷയം പരിഹരിക്കപ്പെട്ടാൽ. അതുകൊണ്ട് സമഗ്രമായി ഇറാന് പിന്നെ മറ്റൊന്നും പറയാനുമില്ല. ഇസ്രായേലിനെ ആക്രമിക്കാനായി ഇറാൻ പറയുന്ന പ്രധാന കാരണം പലസ്തീൻ ഇഷ്യൂ ആണ്, അല്ലാതെ ഇസ്രായേൽ മറ്റൊരു ഭീഷണി ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടല്ല. അതുകൊണ്ട് സമഗ്രമായ പരിഹാരങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് ഇസ്ലാമാബാദിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ചർച്ച ഇസ്ലാമാബാദിൽ പുനരാരംഭിക്കുന്നു എന്ന് പറയുന്നത് ശുഭോദർക്കമായ കാര്യമാണ്. അതിനിടയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ആണവ കേന്ദ്രങ്ങൾക്ക് തടയിടുന്നതും അതുപോലെ യുറേനിയം കൈമാറ്റവും മിസൈൽ ശേഖരം പരസ്യമാക്കലും അത്തരത്തിൽ ഇറാനെ വളരെ സുതാര്യമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ രഹസ്യങ്ങളൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ, പ്രത്യേകിച്ച് ഇസ്രയേലിന് മുന്നിൽ തുറന്നു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി തന്നെയല്ലേ ആ ഒരു നിർദ്ദേശങ്ങളിൽ നിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് തന്ത്രപരമായ അവരുടെ ശക്തിയെയും പരമാധികാരത്തെയും ഒക്കെ തന്നെ ബാധിക്കുന്ന ഈ വ്യവസ്ഥ അവർ എത്രത്തോളം അംഗീകരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്? ഇറാന് കൂടി അംഗീകരിക്കാവുന്ന വ്യവസ്ഥകൾ മാത്രമല്ലേ മുന്നോട്ട് വയ്ക്കാനാവൂ. ഇപ്പോൾ ഇറാൻ ആണവ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്മാറണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നു എങ്കിൽ കഴിഞ്ഞ റൗണ്ട് ചർച്ച വിജയിക്കുമായിരുന്നല്ലോ. ഇറാൻ അതിൽ അംഗീകരിക്കാൻ തയ്യാറാവില്ല. രണ്ടു കൂട്ടരും ഭാഗികമായെങ്കിലും പിന്നോട്ട് പോയില്ല എങ്കിൽ, പിന്നാക്കം പോയില്ല എങ്കിൽ ഒരിക്കലും ചർച്ച വിജയിക്കില്ല. അതുകൊണ്ട് ഇറാന്റെ ആണവ വിഷയത്തിൽ ഇറാന് കൂടി സ്വീകാര്യമായ തീരുമാനം ഉണ്ടാവണം. മിസൈൽ വിഷയത്തിൽ ഇറാന് കൂടി സ്വീകാര്യമായ തീരുമാനം ഉണ്ടാകണം. ഹോർമോസ് വിഷയത്തിൽ ഇറാനാണ് ഇപ്പോൾ ഹോർമോസിന്റെ നിയന്ത്രണം വേണമെന്ന് പറയുന്നത്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ സ്റ്റേറ്റസ് കോ അവിടെ മാറിയിരിക്കുന്നു. അത് സ്റ്റേറ്റസ് കോ മാറിയതുകൊണ്ട് മുൻ സ്റ്റേറ്റസ് കോ അല്ലെങ്കിൽ മുൻകാലത്തുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറണം. അങ്ങനെയെങ്കിൽ അമേരിക്ക ആക്രമണം നടത്തരുത്, ഇറാൻ ഹോർമോസ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്, അമേരിക്കയുടെ ഉപരോധം ഹോർമോസിൽ ഉണ്ടാവരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രസക്തമായൊരു ചോദ്യം കൂടി ഉണ്ടാകും. അതെന്താണ്? എന്തിനായിരുന്നു പിന്നെ ഈ യുദ്ധം? യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന സാഹചര്യം സ്വീകാര്യമായിരുന്നുവെങ്കിൽ എന്തിനാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധത്തിന് പോയത്? ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് പരിഹാരങ്ങൾ ഉണ്ടാവണം. ആണവ വിഷയത്തിൽ ഒരു ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഈ ക്രോസ് ഫയറിൽ പെട്ടുപോയതുകൊണ്ട് ഭാവിയിൽ അവർക്ക് സുഗമമായി അവരുടെ സാമ്പത്തിക ആക്ടിവിറ്റിയുമായി, ഓയിൽ ഡ്രിങ്കിങ്ങുമായി അല്ലെങ്കിൽ കച്ചവടവുമായി മുന്നോട്ട് പോകണമെങ്കിൽ വലിയ രീതിയിലുള്ള ഉറപ്പുകളാണ്. അത് അമേരിക്ക മാത്രം കൊടുക്കാവുന്ന ഉറപ്പുകളല്ല. കാരണം അമേരിക്ക കൊടുക്കാവുന്ന ഉറപ്പുകൾ എന്താണ്? ഈ സായുധ സേനയെ വിന്യസിക്കുക, 19ഓളം കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ ആയുധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സേനാ കേന്ദ്രങ്ങൾ ഉണ്ടാകും, താവളങ്ങൾ ഉണ്ടാകും. ഈ താവളങ്ങൾ അടച്ചുപൂട്ടണമെന്നാണ് ഇറാൻ പറയുന്നത്. അത് പൂർണ്ണമായി അംഗീകരിക്കാവുന്നതാവില്ല. അതുകൊണ്ട് താവളങ്ങൾ തുടരുകയും അതേസമയം അത് ഇറാന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സേനാ വിന്യാസമായി മാറാതിരിക്കുകയും ചെയ്യുക എന്ന ഉറപ്പ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായ ഉറപ്പുകൾ കൊടുക്കുകയും ഇതിന്റെ സൈഡ് ലൈൻസിൽ നിന്നുകൊണ്ട് മേഖലാ ശക്തികൾ, അത് ചൈനയുടെയും റഷ്യയുടെയും ഉൾപ്പെടെയുള്ള അവിടെ എല്ലാം താല്പര്യങ്ങൾ ഇതിനകത്ത് കിടക്കില്ല. ഓയിൽ താല്പര്യം, ചൈനയുടെ ഓയിൽ താല്പര്യമുണ്ട്, റഷ്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇറാൻ. ഈ രാജ്യങ്ങളുടെയൊക്കെ അദൃശ്യമായ ഒരു കൈവപ്പ് കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടാവേണ്ടി വരും. അതുകൊണ്ടാണ് ഇതൊരു തുടക്കം മാത്രം, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച. ഈ ചർച്ച ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്നതല്ല, ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുമല്ല ആ പ്രദേശത്തുള്ളത്. സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ട്രംപ് ഏകപക്ഷീയമായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏകപക്ഷീയമായി വരുത്തിയ മാറ്റങ്ങൾ അതിൽ നിന്ന് പിന്നാക്കം പോവുകയും യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് അമേരിക്കയുടെ മാനസികാവസ്ഥ എത്തുകയും വേണം. അത് മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ കൂടി ഒരു മുൻകാലങ്ങളിൽ ഒബാമയുടെ കാലത്ത് ആണവ വിഷയം എന്ത് ഭംഗിയായിട്ടാണ് പരിഹരിച്ചത്. ഇറാനുമായി അമേരിക്ക ഒരു ആണവ കരാറിൽ ഏർപ്പെട്ടു. അന്ന് ഒബാമ ആരെയൊക്കെയാണ് ഉൾപ്പെടുത്തിയത്? അമേരിക്കയെ മാത്രമല്ല റഷ്യയുടെയും ചൈനയുടെയും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും എല്ലാം സാന്നിധ്യത്തിലാണ് അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾ നടന്നതും ഒപ്പിട്ടതും. ആ ഒപ്പിടിയിലാണ് ആ ഒരു ധാരണയാണ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ 2018 ഏകപക്ഷീയമായി അമേരിക്ക ഈ ഡീലിൽ നിന്ന് പിൻവാങ്ങി.
അതിനുശേഷമുള്ളതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. സംഘർഷം ഘനീഭവിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് ഒബാമയുടെ കാലത്ത് ഒപ്പിട്ടതുപോലെ ഒരു സൈനിങ് നടക്കുകയും അതിന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉൾപ്പെടെയുള്ള സമിതികൾ അതിന് മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയമാണ്. മറ്റ് അന്താരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രസക്തിയൊക്കെ വളരെ തുലവും പരിമിതമാണ്. UN ഒക്കെ വിചാരിച്ചാൽ പ്രശ്ന പരിഹാരം സാധ്യമല്ല എന്ന് വീണ്ടും തെളിയിച്ചതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസില് ഒരു പ്രമേയം പാസ്സാക്കാവുന്ന നിലയിലല്ല. ചൈനയും റഷ്യയും അത് വീറ്റോ ചെയ്യും, അല്ലെങ്കിൽ ചൈനയോ റഷ്യ കൊണ്ടുവരുന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യും. അതുകൊണ്ട് അത് ഒരു രീതിയിലും പരിഹാരമല്ല. അതേസമയം ചൈനയും റഷ്യയും മേഖലാ ശക്തികളെ ഉൾപ്പെടെ എല്ലാം തന്നെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള വിശാലമായ ഒരു ഫ്രെയിംവർക്ക് തയ്യാറാക്കി, ടേംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കി ചർച്ചകൾ മറ്റ് റൗണ്ടുകളിലേക്ക് നീങ്ങണം. അവസാനമായി ഒരു ചോദ്യം കൂടി. അതായത് നിലവിൽ ട്രംപിന് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്, അതായത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ട്രംപ് ഒടുവിൽ ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന നിലപാടിലേക്ക് എത്തിയത് അമേരിക്കൻ ജനത തന്നെ ട്രംപിനെതിരെ തിരിയുന്നൊരു സാഹചര്യം, അമേരിക്കൻ ജനതയുടെ താല്പര്യം ട്രംപിനെതിരായി മാറുന്നു എന്ന രീതിയിലുള്ളൊരു പ്രതീതി തുടക്കത്തിൽ ഖമനയെ അടക്കം കൊലപ്പെടുത്തിയപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രതീതി ഉണ്ടായി എന്ന് ചിത്രീകരിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ഈ യുദ്ധം വഷളായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇറാനൊരു മേൽക്കൈ പല സാഹചര്യങ്ങളിൽ ലഭിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനത തന്നെ തിരിയുന്ന ഒരു സാഹചര്യം, അമേരിക്കൻ ജനത തന്നെ ട്രംപിനെതിരാകുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? അമേരിക്കൻ പീപ്പിൾ ഗെറ്റ് റെസ്റ്റ്ലെസ്. അത് കറക്റ്റാണ്. ഇപ്പോൾ ട്രംപിന്റെ ജനപ്രീതി കേവലം 39% ആളുകൾ മാത്രമേ ട്രംപിനെ പിന്തുണയ്ക്കുന്നുള്ളൂ. അതായത് മഹാഭൂരിപക്ഷം 61% ആളുകൾ ട്രംപിന്റെ വിദേശ നയ നിലപാടുകൾ എതിർക്കുകയാണ്. അതിനർത്ഥം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഉൾപ്പെടെ മാഗ ക്യാമ്പിൽ ഉൾപ്പെടെ അതിനുള്ളിൽ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ ട്രംപിന്റെ ഈ നിലപാടുകളോട് യോജിക്കുന്നില്ല. അതൊരു കാര്യം. അത് ജനകീയ ഒരു പ്രതിഷേധമായി അത് തെരുവിൽ വരുന്നു. 10,000-കണക്കിന് ആളുകളാണ് യുദ്ധത്തിനെതിരെ തെരുവിലിറങ്ങുന്നത്. ഇതൊന്നും കണ്ടില്ല നടിക്കാൻ ഒരു ജനാധിപത്യ രാജ്യമായ അമേരിക്കയുടെ ഭരണകൂടത്തിന് കഴിയില്ല. അതൊന്ന്. രണ്ട്, കുറച്ചുകൂടി സാങ്കേതികമാണ്. കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു സെനറ്റിൽ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ യുദ്ധകാര്യ അവകാശങ്ങൾ തുടരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രമേയം. ആ പ്രമേയത്തെ അത് തുടരാതിരിക്കുന്നതിനുള്ള പ്രമേയം, അതായത് ട്രംപിന്റെ ഈ അധികാരങ്ങൾ, യുദ്ധകാല അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടി ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന ഒരു പ്രമേയം, അതൊരു വേഫർ തിൻ മാർജിനാണ് പരാജയപ്പെട്ടത്. 53%, അതായത് 53 പേർ അംഗ സെനറ്റിൽ 52 പേർ ട്രംപിന് അനുകൂലമായി കൈപൊക്കുകയും 47 പേർ എതിർക്കുകയും ചെയ്തു. അതിനർത്ഥം എന്താണ്? കേവലം 5 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ട്രംപിന് അനുകൂലമായി ഈ പ്രമേയം പാസ്സായത്. എന്നാൽ 2-3 റിപ്പബ്ലിക്കൻസ് മറുകണ്ഠം ചാടുകയാണെങ്കിൽ ട്രംപിനെ ഇപ്പോൾ സഹായിക്കുന്ന അവർ പരസ്യമായി പറയുകയും ചെയ്തത്, ഒരുപക്ഷെ ഇത് നീണ്ടുപോവുകയാണെങ്കിൽ തങ്ങൾക്ക് പുനരാലോചന നടത്തേണ്ടി വരും, തങ്ങൾക്ക് വേറൊരു നിലപാടെടുക്കേണ്ടി വരും എന്ന് ചില റിപ്പബ്ലിക്കൻ സെനറ്റർമാർ പറയുകയും ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പ്, അടുത്ത ഒരു വോട്ടെടുപ്പ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം നടന്നാൽ യഥാർത്ഥത്തിൽ ട്രംപിന് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ഒരുപക്ഷെ ട്രംപിന് എതിരെ ഒരു പ്രമേയം വന്നേക്കാം. അതുകൊണ്ട് 1973 യുദ്ധ ആക്ട്, വാർ ആക്ട് അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് സ്വന്തം നിലയിൽ 2 മാസം അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിനുശേഷം തിരിച്ചു വന്ന് കോൺഗ്രസിന്റെ, അമേരിക്കൻ പാർലമെന്റായ കോൺഗ്രസിന്റെ അനുവാദം വാങ്ങേണ്ടതുണ്ട്. ആ 2 മാസമാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫെബ്രുവരി 28-നാണ് യുദ്ധം തുടങ്ങിയത്. അവൾ ഏപ്രിൽ 28, മാർച്ച് 28, ഏപ്രിൽ 28. ഏപ്രിൽ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ട്രംപിന് ചില കാര്യങ്ങൾ തീർത്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ തിരക്കിട്ട നീക്കങ്ങൾ ട്രംപ് നടത്തുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് ട്രംപിന് അതിനു മുൻപ് ഒരു യുദ്ധ വിജയം കാട്ടാൻ കഴിയണം, അല്ലെങ്കിൽ താൻ തന്നെ നേരിട്ട് തയ്യാറെടുത്തുകൊണ്ട് ഒരു സമാധാന കരാറിൽ എത്തിച്ചു നിർത്താൻ കഴിഞ്ഞു എന്ന് അമേരിക്കൻ പാർലമെന്റിനോട് പറയാൻ കഴിയണം. അത് സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധം തുടരാൻ അമേരിക്കൻ പാർലമെന്റ് അനുവാദം നൽകില്ല. അതൊക്കെയാണ് ട്രംപിനെ ഒരുപക്ഷെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യവും വീണ്ടും നെഗോഷിയേറ്റിംഗ് ടേബിളിലെത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ശരി, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.